ഇന്ന് പൊളിറ്റിക്സ് കേരളയുടെ കൂടെ ഉള്ളത് വി.ജി. ചാക്കോയാണ്. പ്രവാസിയായ വി.ജി. ചാക്കോ. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകനായിരുന്നു. വെസ്റ്റ് ആഫ്രിക്കയിലെ നൈജീരിയ എന്ന രാജ്യത്ത് ഏറ്റവും വലിയ സിറ്റിയായ ഇബാഡൻ, അവിടെ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഇബാഡൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പളായി റിട്ടയർഡ് ചെയ്ത ആളാണ് വി.ജി. ചാക്കോ. റെമിനിസെൻസ് എ ക്രെഡൻഷ്യൽ എന്ന ആത്മകഥാ പുസ്തകം വളരെ ഒരു മികച്ച വായന അനുഭവമാണ് നമുക്ക് തരുന്നത്. അത് ഇംഗ്ലീഷിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കുടുംബ ചരിത്രം വേറൊരു പുസ്തകമായി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സ് കേരള അഭിമാനപൂർവ്വം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് വി.ജി. ചാക്കോ. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ അറിവുള്ളൊരു മനുഷ്യനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹത്തിനോട് നമുക്ക് രാഷ്ട്രീയത്തെ പറ്റി കൂടുതലായി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സാർ, ശശി തരൂരും സാറുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് സാറിനൊന്ന് പറയാമോ? ശശി തരൂരും ഞാനുമായിട്ട് പേഴ്സണലായിട്ടുള്ള ബന്ധം ഏതാണ്ട് 3 വർഷം മുൻപ് താജ് ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നതിനിടയായി. ഞങ്ങൾ രണ്ടുപേരും വൈകിട്ടത്തെ ഭക്ഷണം ആസ്വദിക്കുന്നതിനായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കുന്നതിന് ഞാനും എൻ്റെ മകൻ ഡോക്ടറാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ സംഭാഷണം ഒരു 1.5 മണിക്കൂറോളം നീണ്ടു. അത്രയും സമയം ഞങ്ങൾക്ക് തരാനായിട്ട് സാധിച്ച ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ എന്നുള്ള അഭിമാനം എനിക്ക് അന്നുണ്ടായി. ശശി തരൂരിനെക്കുറിച്ചുള്ള അഭിമാനം വർദ്ധിക്കാനുള്ള വേറൊരു കാര്യം, എൻ്റെ ഭാര്യ വീട് പാലക്കാട്ടാണ്. ശശി തരൂരും പാലക്കാട്ട് നിന്നുള്ള ആളാണ്. അതിനുശേഷം എൻ്റെ വീടിൻ്റെ പടിക്കൽ കൂടെ പലതവണ പ്രവർത്തനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി കടന്നുപോയി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ബേബി ചെയ്യും. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അദ്ദേഹത്തിന് അറിയാം. കൂടാതെ ഞാൻ കോൺഗ്രസ് ഹൗസിൽ, ഇവിടെ തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് ഹൗസിൽ, അവിടെ അദ്ദേഹത്തിന് ഒരു റിസപ്ഷൻ ഒരിക്കൽ അറേഞ്ച് ചെയ്തിരുന്നു. അന്ന് ഞാനും അവിടെ പോയിരുന്നപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അവിടെ വെച്ചും അദ്ദേഹത്തിന് ആശംസകൾ പറയുന്നതിനായിട്ട് എനിക്ക് അവസരമുണ്ടായി. പിന്നെ എല്ലാ അവസരങ്ങളിലും ഞാൻ ശശി തരൂരിനെക്കുറിച്ച് പ്രശംസയോടുകൂടെ തന്നെ എഴുതാറുണ്ട്. ഏതാണ്ട് 1-2 കൊല്ലം മുമ്പ് സോണിയാഗാന്ധിക്ക് ഞാൻ ശശി തരൂരിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ശശി തരൂരിൻ്റെ കഴിവ് അല്ലെന്ന് വരികിൽ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്, ഒരു ഇൻ്റർനാഷണൽ ഫീൽഡിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ മികവ്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് വരെ നിന്ന് അത് കമ്പീറ്റ് ചെയ്ത ഒരു രാഷ്ട്രീയ ഒരു നേതാവാണ്. ഇൻ്റർനാഷണൽ ഫീൽഡിൽ ഇത്രയും അറിവും ഇത്രയും വിശാലമായ സ്വാധീനവുമുള്ള ഒരാൾ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൽ നിന്നായതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ അന്ന് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെടാഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മികവ്, അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ഭാഷാജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ലോകജ്ഞാനം, ഭരണ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിനുള്ള സമീപനം, കേന്ദ്രങ്ങളിലിരിക്കുന്ന ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ഈ വക കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോടുള്ള സംഭാഷണവും, അതുപോലെ തന്നെ അദ്ദേഹം എവിടെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ ആ പ്രസംഗങ്ങളെല്ലാം നിവൃത്തിയുള്ളിടത്തോളം ഒപ്പിയെടുത്ത് ഞാൻ കേൾക്കുവാനും വായിക്കുവാനും ഇടയായിട്ടുണ്ട്. ആ വിധത്തിൽ ശശി തരൂർ അറിയാതെ തന്നെ എനിക്ക് ഒരു വലിയ ആത്മബന്ധമുണ്ട്. അദ്ദേഹം ഈ രാജ്യത്ത് അല്ലെന്നൊരു നമ്മുടെ രാജ്യത്ത് ഒരു നേതാവായിട്ട് നേതൃത്വം കൊടുക്കുന്നതിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇത്ര നാളായിട്ടും അത് തിരിച്ചറിയുന്നതിനായിട്ട് നമ്മുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഇച്ഛാഭംഗം എനിക്കുണ്ട്. അതുകൊണ്ട് നേരിട്ട് അവരോട് സംസാരിക്കുന്നതിന് എനിക്ക് അവസരം കിട്ടാറില്ല. എന്നാൽ അക്ഷരജ്ഞാനമുള്ളതുകൊണ്ട് ഞാൻ പലതവണ
കേന്ദ്ര അധികാര കേന്ദ്രത്തിലേക്ക് ഞാൻ എഴുത്തെഴുതിയിട്ടുണ്ട്. ശശി തരൂർ തിരുവനന്തപുരത്ത് ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ ശുഷ്കിച്ചു പോകുന്നതിനായിട്ടല്ല, കേന്ദ്രത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്, കേന്ദ്രത്തിൽ മാർഗദർശനം കൊടുക്കേണ്ട ആളാണ്, കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ ഭരിക്കേണ്ട ഒരാളാണ്, ഒരിക്കൽ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നയാളാണ്. ആ നിലയിൽ നിന്ന് വീണ്ടും ഉയർന്നു പോകുന്നതിനല്ലാതെ താഴ്ന്നു പോകുന്നതിനുള്ളൊരു അവസരം കൊടുക്കാതെ ഇരിക്കുന്നത്, താഴ്ന്നു പോകുന്നതിനുള്ളൊരു അവസരമല്ലാതെ ഉയരുന്നതിനുള്ള അവസരം പാർട്ടി നേതൃത്വം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നിസ്സഹായത അല്ലെന്നുവരികിൽ ഒരു നിരാശ എനിക്ക് വളരെയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ കൂടിയും ഭാഷാജ്ഞാനത്തിൽ കൂടിയും പാണ്ഡിത്യത്തിൽ കൂടിയും ഒക്കെയും ഇന്ന് രാഷ്ട്രത്തിന് ഏറ്റവും വിലപിടിച്ച മൂല്യങ്ങൾ കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അത് എനിക്ക് നേരിട്ട് ബന്ധപ്പെട്ടവരോട് പറയാൻ കഴിയാഞ്ഞതുകൊണ്ട് ഞാനത് രേഖാമൂലം എഴുതി പല കേന്ദ്രത്തിലേക്കും അറിയിച്ചിട്ടുണ്ട്. അതിന് ഫലമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലമുണ്ടായില്ല എങ്കിൽ അത് നിരാശാജനകമായ ഒരവസ്ഥയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ഇതുവരെ അതിന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് വരേണ്ടത് ഈ രാജ്യത്തെ കേന്ദ്രത്തിൽ കോൺഗ്രസ് കക്ഷിയിൽ നിന്ന്, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, മഹാത്മാഗാന്ധിയിൽ വിശ്വസിക്കുന്നയാളാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മുതൽ മഹാത്മാഗാന്ധിക്ക് കീജെ വിളിച്ച് നടന്നയാളാണ്. പക്ഷേ പിൽക്കാലത്ത് രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ വിഷയമല്ലായിരുന്നു, അതിൽ താല്പര്യമുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ നിരാശാജനകമായ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അത് സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ വളരെ മനോഹരമായ ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപടി അനുകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെ ശുഷ്കിച്ച നിലയിൽ അല്ലെന്നൊരു കേന്ദ്ര കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിനെ പലതരത്തിലും വിഘടിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കത്തക്ക ഒരു രീതിയിലാണ് ഇന്നത്തെ ഭരണകൂടം അത് കൈകാര്യം ചെയ്യുന്നത്. അതിലെനിക്ക് ദുഃഖമുണ്ട്. കാരണം ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയത് ഒരാളുടെ പേര് വളരെ ശക്തമായിട്ട് മുൻപോട്ട് വയ്ക്കുന്നു എങ്കിലും പല അന്നത്തെ നേതാക്കൾ ഒന്നിച്ചുകൂടിയിരുന്നുണ്ടാക്കിയതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ലോകത്തിൽ ഏറ്റവും വിലമതിക്കപ്പെട്ടതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ആ വിധത്തിൽ അംഗീകരിക്കുകയും പ്രവൃത്തിപഥത്തിൽ വരുത്തുകയും അത് നമുക്ക് പ്രായോഗികമാക്കി തീർക്കുകയും ചെയ്യേണ്ട ധർമ്മം ഓരോ സിറ്റിസനുമുണ്ട്. എന്നാൽ ഇന്ന് അതിനെ വളച്ചൊടിച്ച് അതിനെ നിരൂപണം ചെയ്ത് അത് നിർജീവമാക്കി തീർക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ആ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് ജനകീയ കൂട്ടായ്മയാണ് ആവശ്യമായിരിക്കുന്നത്. ആ ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ മാത്രമാണ് ഇത്രമാത്രം പാർട്ടികളുള്ളതായ ഒരു രാജ്യം. മറ്റ് രാജ്യങ്ങളിൽ ഇത്രയും പാർട്ടിയില്ല. ഇത്രയും പാർട്ടി വന്നതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും സ്വതന്ത്രമായ അഭിപ്രായമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സ്വതന്ത്രമായ അഭിപ്രായം. ചില സ്റ്റേറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ജാതിയുടെ പേരിൽ ഉള്ളതായ ചില അഭിപ്രായങ്ങളുണ്ട്. മതങ്ങളുടെ പേരിലുള്ളതായ ചില അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും അഭിപ്രായങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് എഴുതിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്കുള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അക്ഷരം പ്രതി അനുസരിച്ച് മുൻപോട്ട് പോവുകയാണെന്നൊരിക്കൽ ഈ രാജ്യത്ത് എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ നിറത്തിലുള്ളവരും ഒരുമിച്ച് പോകുന്നതിനുള്ളതായ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് പോകുന്നതിനുള്ള സാധ്യതകൾ ധാരാളമാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്,
തിരുവാതിര, ഹിന്ദുക്കളുടെ തിരുവാതിര, ക്രിസ്ത്യാനികളുടെ അത്, പിന്നെ മുസ്ലിമുകളുടെ കല്യാണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പല പിന്നെ വിവിധങ്ങളായിട്ടുള്ള ജാതികളുടെ പിന്നെ പലതരത്തിലുള്ളതായ കൾച്ചറൽ പ്രോഗ്രാംസ്, അതൊക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് ത്രില്ലാണ്. അത് കാണുന്നത് വലിയ സന്തോഷമാണ്. അതൊരു ജാതിയുടെ പേരിലല്ല അത് കാണുന്നത്, ഒരു കൾച്ചറൽ ഡിഫറൻസാണ്. ആ കൾച്ചറൽ ഡിഫറൻസ് എല്ലാമാണ് നമ്മുടെ ഇവിടുത്തെ വലിയ സ്വത്ത്. അതാണ് ലോകത്തിലപ്പുറത്ത് ലോകരാജ്യങ്ങൾ അനുകരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് അഭിമാനമായിട്ട് തോന്നുന്നതും ഇന്ത്യയെ എല്ലാ വിധത്തിലും ഉയർത്തി കാണിക്കുന്നതും ലോകത്തിലേക്കും വലിയ ഡെമോക്രസി വിജയകരമായിട്ട് നടപ്പിലാക്കി കൊണ്ടുപോകുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ലോകരാജ്യങ്ങൾ കാണുന്നത്. എന്നാൽ ഇന്ന് അത് ആ അവസ്ഥ മാറി വേറൊരു ദുരവസ്ഥയിലാണ് നാം മുന്നോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ മണിപ്പൂർ കലാപം എത്ര നാളായി തുടങ്ങിയിട്ട് ജനങ്ങൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധരംഗമാണ് അവിടെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത്, ഒരു സ്റ്റേറ്റിലാണിത് നടക്കുന്നത്. ആ രാജ്യം അല്ലെന്നൊരു ആ സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു ഭരണകർത്താവ് നമുക്കുണ്ട്. അതേത് രാജ്യത്ത് ഏത് ഭരണകർത്താവിന് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അനുവദിച്ചുകൊണ്ട് സൈലൻ്റായിട്ടിരിക്കാൻ കഴിയും? നമ്മുടെ വീട്ടിലൊരു അലങ്കോലം ഉണ്ടായാൽ ആ വീട്ടിലെ കുടുംബനായകൻ അതിനെ ശമിപ്പിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. ഇല്ലെന്നൊരു ആ കുടുംബം ശിഥിലമായി പോകും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെയുള്ള കുടുംബം എന്ന് പറയുന്നത് ഒരു മിനി ഗവൺമെൻറ്റാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത്. ആ മിനി ഗവൺമെൻറ്റിൽ നടക്കുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് നേതാവിനും അറിയാം, ഏത് കുടുംബനാഥനും അറിയാം. അതുപോലെയല്ലേ മണിപ്പൂർ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളതായ ശിഥിലത, അവിടെ ഉണ്ടായിട്ടുള്ള കലാപം, അത് ശമിപ്പിക്കുന്നതിന് ഒരു പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വാക്ക് മതിയാകും. പക്ഷേ എല്ലാവരും സൈലൻ്റായിട്ട് കാഴ്ചക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. ഏത് ലോകരാജ്യം അല്ലെന്നൊരിയിൽ ഏത് രാജ്യക്കാർ അല്ലെന്നൊരു ഏത് നേതാക്കന്മാർ ഇവിടെയാകട്ടെ വിദേശത്താകട്ടെ മറ്റെവിടെയെങ്കിലും ഭൂലോകത്തിൻ്റെ ഏത് മൂലയ്ക്കാകട്ടെ ഇതുപോലെയുള്ളൊരു സംഭവം നടന്നാൽ നമ്മെക്കുറിച്ച് അവർ പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഭവനത്തിൽ നടക്കുന്നതായിട്ടുള്ള കലാപം നടന്നിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചോട്ടെ, തീർന്നോട്ടെ, അവർ തമ്മിൽ തല്ലി നശിച്ചോട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു കുടുംബനായകൻ അതുപോലെ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വരികിൽ ഏതാനും നാൾ കൊണ്ട് ആ കുടുംബം നശിച്ച് ഉന്മൂലനാശമാകും. തീർച്ചയായും അതുപോലെ തന്നെയാണ് മണിപ്പൂരിൽ നിന്ന് നടക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണത്. അവിടുത്തെ ജനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രജകളാണ്. അവരെ സംരക്ഷിക്കേണ്ട ചുമതല അധികാരത്തിലിരിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് ഞാനൊരു കുടുംബനായകൻ എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതിലുള്ള ദുഃഖം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. എനിക്ക് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയത്തില്ല. അധികാരികളോട് സംസാരിക്കാനായിട്ട് കഴിയുകയില്ല. സാധിച്ചാൽ തന്നെ പ്രയോജനമുണ്ടാവുകയില്ല. പക്ഷേ ദുഃഖമുണ്ട് എന്നുള്ളത് ഞാൻ അറിയുകയാണ്. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ, ഇപ്പോൾ ഈ ഇലക്ഷനിൽ നമുക്കറിയാമല്ലോ, ഇനിയിപ്പം അടുത്ത ഭരണം ആര് കൊണ്ടുപോകും എന്താണെന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ. അപ്പോൾ സാറ് തരൂരുമായിട്ട് ഒരുപാട് അടുപ്പങ്ങളുണ്ട്. അപ്പം ശശി തരൂരിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം സാറിന് തോന്നിയിട്ടുള്ളത്? യുണൈറ്റഡ് നേഷൻസിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. സെക്രട്ടറി പദത്തിന് വേണ്ടി പരിശ്രമിച്ച ആളാണ്. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ആയതുകൊണ്ട് അല്ലെന്നൊരു കേരളക്കാരനായതുകൊണ്ട് കിട്ടാതെ പോയതാണ്. അല്ലെന്നൊരിക്കൽ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ ഉയർന്നു വന്ന ഒരു ഇൻ്റർനാഷണൽ ഫിഗറായിട്ട് തീർന്നേനി. എങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് കിട്ടുകയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ലോക പരിചയം കൊണ്ട്, അഡ്മിനിസ്ട്രേഷനിലുള്ള അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ട്, അത് എൻ്റെ രാജ്യത്ത്
അതിൻ്റെ പ്രയോജനം കൂടുതലായിട്ടുണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് തന്നെ മടങ്ങി വന്നു. 10 കൊല്ലം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു. 10 വർഷം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം MP ഇവിടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ MP ആയിട്ട് 1 കൂടുതൽ പ്രാവശ്യം 3 പ്രാവശ്യം അദ്ദേഹം MP ആയിട്ട് വന്നു. അദ്ദേഹവുമായിട്ടുള്ള കോണ്ടാക്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണ സാമർഥ്യം, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള അറിവ്, ഏതു വിധത്തിൽ രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതായ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ബുദ്ധി, കേന്ദ്രത്തിൽ ആരെയും കോണ്ടാക്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ഇതൊക്കെയും നമുക്ക് പ്രയോജനപ്പെടണം. അങ്ങനെ എനിക്കൊരു കേന്ദ്രമന്ത്രിയെ അറിയാം എന്ന് വരികിൽ ആ കേന്ദ്രമന്ത്രിയിൽ കൂടി എനിക്ക് എൻ്റെ രാജ്യത്തിന് സാധിക്കാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് സാധിക്കാവുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമാണ്, എൻ്റെ ബുദ്ധിക്ക് ഉതകുന്നതാണ്. അതുപോലെ ഒരു ഇൻ്റർനാഷണൽ പ്രവർത്തകനായിരുന്ന ഡോക്ടർ ശശി തരൂർ വിദ്യാഭ്യാസത്തിൽ സമുന്നതനാണ്. ഭാഷാജ്ഞാനം വളരെയേറെയാണ്. രാഷ്ട്രീയ ജ്ഞാനം മികവ് ഉള്ളതാണ്. നിസ്തുലമായിട്ടുള്ള രാഷ്ട്രീയ ജ്ഞാനം, ഭരണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പ്രാവീണ്യം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തെ താണനിലയിൽ നിന്ന് ഉയർത്തി കൊണ്ടുപോകുന്നതിനായിട്ടുള്ളൊരു പ്രേരണ കോൺഗ്രസ് രാഷ്ട്രീയ കക്ഷിക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇതുവരെയും ആ വിധത്തിലുള്ള ഒരു പ്രേരണാശക്തി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായതായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ അദ്ദേഹത്തെ ഒതുക്കി ഇരുത്തിയേക്കുന്നത് പോലെയാണ്. അതായത് ഇവിടെയുള്ളതായ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ, അങ്ങനെയുള്ളതായ നിരൂപണങ്ങൾ നടത്തുന്നതല്ലാതെ എന്തുകൊണ്ട് അദ്ദേഹം വേറൊരു പാർട്ടിയിലേക്ക് കടന്നു പോകും എന്ന് നാം സംശയിക്കുന്നു. കാരണം ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന് അർഹതയുള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട് ഇവിടെ തടസ്സങ്ങൾ ധാരാളമുണ്ട്. തീർച്ചയായിട്ടും തടസ്സങ്ങൾ ധാരാളമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനോ രാഷ്ട്രീയത്തിൽ പാണ്ഡിത്യമുള്ളയാളോ അല്ല. എന്നാൽ എളിമയുള്ള ഒരു കോൺഗ്രസ് മനോഭാവക്കാരനും ഒരു ഗാന്ധിയനും ഗാന്ധിക്ക് കീജെ വിളിച്ച് നടന്നതായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം, കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതായ ആളുകൾ ഓരോ വ്യക്തിയുടെയും കഴിവ്, നേതൃത്വം, ബുദ്ധി, ഭാഷാജ്ഞാനം തന്നെയല്ല, പാർലമെൻറ്റിൽ പോയാൽ വായി തുറന്ന് ഫൈനാൻസ് മിനിസ്റ്ററോടും പ്രധാനമന്ത്രിയോടും അതുപോലെ നേതാക്കളോട് യോഗ്യമായ വിധത്തിൽ സംസാരിക്കുന്നതിന് കഴിവുള്ള എത്ര പേര് ഈ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്, എത്ര പേര് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് ഡോക്ടർ ശശി തരൂർ. ഇപ്പം 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് MP ആയി. ഇപ്പം അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും പന്ന്യൻ രവീന്ദ്രനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു മത്സരം, ത്രികോണ മത്സരം, വളരെ വാശിയേറിയൊരു മത്സരമാണ് ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, ശശി തരൂരിൻ്റെ വിജയസാധ്യത എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജനങ്ങൾക്ക് ഇപ്പോഴിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന് ഒരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ ജാതിയെന്നോ മതമെന്നോ മറ്റ് താല്പര്യങ്ങളെന്നോ ഉള്ള ചിന്തകൾ മാറ്റിവെച്ച്
കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്നുള്ള താല്പര്യം മുന്നിൽ കണ്ട് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ശരിയായിട്ട് പഠിച്ച് അത് മനസ്സിലാക്കി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഡോക്ടർ ശശി തരൂരിനെ ജയിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി എന്ത് യത്നം ചെയ്താലും അതൊട്ടും കൂടുതലല്ല. കാരണം നാം ശശി തരൂരിനെ രക്ഷിക്കുകയോ ശശി തരൂരിനൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ല ചെയ്യുന്നത്. ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ധർമ്മം ഞാൻ നിർവഹിച്ചു എന്ന അഭിമാനത്തോടു കൂടി ചിന്തിക്കാനായിട്ട് ഓരോരുത്തർക്കും കഴിയണം. ആ വിധത്തിൽ വേണം ജനങ്ങൾ ചിന്തിക്കാൻ. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ BJP ഒരു സാന്നിധ്യം അല്ലെങ്കിൽ എത്രമാത്രം ഒരു പ്രസക്തി ഉണ്ട് BJP കേരളത്തിൽ? BJPയുടെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്ന് കഴിഞ്ഞ 2 ഇലക്ഷനിലും നാം മനസ്സിലാക്കിയതാണ്. അവർക്കൊരു സ്ഥാനവും കിട്ടാനായിട്ട് ഇടയായില്ല. അവരത് അങ്ങേയറ്റം ശ്രമിച്ചു, എല്ലാ വിധത്തിലും അവരുടെ കഴിവുകൾ ഉപയോഗിച്ചു. ഭരണനേതൃത്വമുള്ള ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം അങ്ങേയറ്റം പ്രൈം മിനിസ്റ്റർ മുതൽ എല്ലാവരും ഇവിടെ വന്ന് അവരുടെ കഴിവുകൾ മുഴുവൻ പ്രയോഗിച്ചു. എന്നിട്ടും അവർക്കൊരു സീറ്റ് കിട്ടാനായിട്ട് സാധിച്ചില്ല. ആ നിലപാട് ഇന്നും കേരളത്തിലെ മനുഷ്യർ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കേരളത്തിലെ മനുഷ്യർ ബുദ്ധിയുള്ളവരാണ്, അധികം പേരും വിദ്യാഭ്യാസമുള്ളവരാണ്. രാഷ്ട്രീയ നില എന്താണ്, രാജ്യത്തിൻ്റെ ആവശ്യം എന്താണ്, രാജ്യം ഇപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർ ബുദ്ധിപൂർവം അവരുടെ ബുദ്ധി ഉപയോഗിച്ച് രാജ്യത്തെ രക്ഷിക്കുന്നതിനായിട്ട് ഇന്ന് അവർക്ക് കാൽ മുൻപോട്ട് വയ്ക്കുന്നു എന്ന് വരികിൽ ശശി തരൂരുമായിട്ട് കാൽ മുൻപോട്ട് വയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ രാമജന്മഭൂമിയെക്കുറിച്ച് അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? BJPയുടെ രാമജന്മഭൂമി. രാമജന്മഭൂമിയെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ രാമജന്മഭൂമിയുടെ ഉടമസ്ഥത ആർക്കായിരുന്നു എന്നുള്ളതാണ് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത്. ഏറിയ നാൾ രാമജന്മഭൂമി മുസ്ലിമുകളുടെ പ്രാർത്ഥനാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള അവകാശങ്ങളോ അല്ലെന്ന് വരികിൽ അതെങ്ങനെ സംഭവിച്ചു എന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. മുഗൾ ഭരണം എങ്ങനെ ഇവിടെ ഉണ്ടായി എന്നുള്ളതും ചരിത്രപരമായിട്ടുള്ള വിശകലനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഗൾ ഭരണം ഏതായാലും ഉണ്ടായിരുന്നു. മുഗൾ ഭരണത്തിന് കീഴിൽ നമ്മളെല്ലാവരും ആയിരുന്നു. ദീർഘനാളുകൾ മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നു. അങ്ങനെ വന്ന് മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഇവിടെ ഇന്ത്യയിൽ കാലുറപ്പിച്ച് നിൽക്കത്തക്കവണ്ണം അവർ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. എല്ലാവിധത്തിലും ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആളുകളും അവരുടെ പിതാക്കന്മാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം മക്കളുടെ കാലത്ത് അവരുടെ സിറ്റിസൺഷിപ്പ് മാറ്റിക്കുറിക്കണമെന്നും അവർ ഇവിടെ വസിക്കണോ വേണ്ടായോ എന്ന് ഒരു അധികാര കേന്ദ്രം തീരുമാനിക്കണമെന്നുള്ളതായ ആലോചനകൾ എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഈ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞതാണ്. ഈ രാജ്യത്തെ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം കേന്ദ്രീകരിച്ചിരുന്നതായ ആ സ്ഥലം പൊളിച്ചു കളഞ്ഞതാണ്. അതിൻ്റെ അവകാശം എന്തായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിച്ചവർക്കറിയാം, അത് പ്രവർത്തിച്ചവർക്കറിയാം. അത് നീതിയാണോ സത്യമാണോ എന്താണെന്നുള്ളത് ഞാനതിനെക്കുറിച്ച് വിവേചിക്കുന്നില്ല. എന്നാൽ ഈ രാമജന്മഭൂമി സൃഷ്ടിച്ചതും അതിന് തിരികൊളുത്തിയതും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തത് ഒരു ഗവൺമെൻറ്റാണ്. അത് ഒരു സമൂഹമോ ഒരു വിശ്വാസ സമൂഹമോ ചെയ്യേണ്ട കാര്യമാണ്. ഒരു വിശ്വാസ സമൂഹം ചെയ്യേണ്ട കാര്യമാണ്. ഈ രാജ്യത്ത് മുസ്ലിം ആരാധനാ കേന്ദ്രമുണ്ട്, ക്രിസ്ത്യൻ ആരാധനാ കേന്ദ്രമുണ്ട്, മറ്റ് പല വിശ്വാസികളുടെയും ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ഇതൊന്നും ഭരിക്കുന്ന ഗവൺമെൻറ് ഏറ്റെടുത്ത് അവരുടെ ചുമതലയിലല്ല നടക്കുന്നത്. വിശ്വാസികളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അത് നടക്കുന്നത്. അങ്ങനെ ആയിരിക്കെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് രാമജന്മഭൂമിയുടെ നിർമ്മാണം
അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തത് യോഗ്യമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഗവൺമെൻറ് അത് ചെയ്യാൻ പാടില്ല. ഒരു വിശ്വാസ സമൂഹം ചെയ്യട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യട്ടെ, പക്ഷേ ഒരു ഗവൺമെൻറ് അതിന് നേതൃത്വം കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. അതിൻ്റെ അർത്ഥം ശേഷിച്ച വിശ്വാസികളായിട്ടുള്ള ആളുകൾ രാജ്യത്ത് ധാരാളമുണ്ട്. അവരെന്താ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കുറേ സഹായം അവരുടെ പള്ളികൾക്കോ അവരുടെ ആരാധന സ്ഥലത്തിനോ കിട്ടിയാൽ കൊള്ളത്തില്ലേ? കൊള്ളുമല്ലോ. ഞങ്ങളെല്ലാം കൊടുക്കുന്ന ടാക്സ് അല്ലേ കേന്ദ്രത്തിൽ ചെല്ലുന്നത്? ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും മുസ്ലിമിൻ്റെ ആണെങ്കിലും ബുദ്ധൻ്റെ ആണെന്നൊരിക്കലും പിന്നെ മറ്റ് വിശ്വാസികളുടെ ആണെന്നൊരിക്കലും ഞങ്ങളുടെ എല്ലാം ടാക്സ് അല്ലേ അവിടെ കേന്ദ്രത്തിൽ ചെല്ലുന്നത്? ആ കേന്ദ്രത്തിൽ ചെല്ലുന്ന ടാക്സ് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം എടുത്ത് ചിലവാക്കുന്നത് ശരിയാണോ? അവരുടെ പിന്നെ പ്രാർത്ഥനാലയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് ഇത് ചോദ്യം ചെയ്യാനായിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിലോ ഒരു ചെറിയ സമൂഹം എന്നുള്ള നിലയിലോ ആർക്കും സാധിക്കില്ല. പക്ഷേ അത് ഭരിക്കുന്ന ഗവൺമെൻറ് മനസ്സിലാക്കി ന്യൂട്രലായിട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. ചെയ്യാതെ അത് ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആദർശത്തിനനുസരിച്ച് അവരുടെ ഇനീഷ്യേറ്റീവോടുകൂടെ രൂപം കൊണ്ട ഒരു പ്രാർത്ഥനാലയമാണ് രാമ ജന്മഭൂമിയും അതിൽ സ്ഥാപിച്ചിരിക്കുന്നതായ ആരാധനാ കേന്ദ്രവും. അതുപോലെ തന്നെ ഇപ്പം സാറിപ്പം പറഞ്ഞപ്പം ഇപ്പോൾ കേരളത്തിലായാലും എവിടെ ആയാലും ഇപ്പം ഹിന്ദുക്കൾക്ക് ആ ഒരു വിശ്വാസികൾ അമ്പലം, അങ്ങനെ ക്രിസ്ത്യൻസിന് മുസ്ലിംസിനും ആ വിശ്വാസികൾ. പക്ഷേ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും അവർ തന്നെയാണ് അവരെ പള്ളിയും കാര്യങ്ങളും എല്ലാം നോക്കുന്നത്. പക്ഷേ ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. ഹിന്ദുക്കൾക്ക് അതിന് പ്രത്യേകം സർക്കാർ ഒരു ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി ആ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണോ? അത് എങ്ങനെയാണ് സാർ അത് നോക്കിക്കാണുന്നത്? എൻ്റെ അഭിപ്രായം വിശ്വാസം ഗവൺമെൻറ്റിൻ്റേതല്ല. ഭരിക്കുന്ന ഗവൺമെൻറ് എപ്പോഴും ന്യൂട്രലായിരിക്കണം. എല്ലാ ജാതികൾക്കും എല്ലാ വിശ്വാസികൾക്കും അവരവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിയന്ത്രണത്തോടുകൂടെ പോകത്തക്കവണ്ണം ആയിരിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം അവരുടെ ദൈവാലയം, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ ആയിരിക്കണം. അല്ലെന്നൊരിക്കൽ ചൈനയിലെ പോലെ ഗവൺമെൻറ് കൺട്രോൾഡ് പള്ളികൾ അല്ലാത്ത പള്ളികൾ, മനസ്സിലായോ? ഗവൺമെൻറ് കൺട്രോൾഡ് പള്ളികളിൽ അവർ പറയുന്നത് ചെയ്തോണം. നേരെ മറിച്ച് മറ്റേടത്ത് വേറെ രീതിയിൽ. പക്ഷെ അവർക്കൊരു സ്ഥാനവുമില്ല. അവർക്കൊരു സ്ഥാനവുമില്ല. അങ്ങനെ രാജ്യത്തെ വിവിധ തരത്തിൽ വിശ്വാസികളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്നത് ദണ്ണം ഉള്ള കാര്യമാണ്, വിഷമമുള്ള കാര്യമാണ്. അവരെന്നും ദുഃഖിതരാണ്. അപ്പോൾ ദുഃഖിതരായ ഒരു ജനസമൂഹം ഈ രാജ്യത്ത് ഉള്ളപ്പോൾ അവരെങ്ങോട്ട് പോകണം? ആരിൽ ആശ്രയിക്കും? ആരവർക്ക് സഹായം കൊടുക്കും? ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളെ സംരക്ഷിക്കേണ്ടവരാണ്, നമ്മെ സഹായിക്കേണ്ടവരാണ്. നമ്മൾ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടവരാണ്. നമ്മൾ പ്രയത്നിച്ച് ടാക്സ് കൊടുക്കേണ്ടവരാണ്. നമ്മൾ പ്രയത്നിച്ച് കൊടുക്കുന്ന ടാക്സ് ഒരു സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുകയും മറ്റേ സമൂഹത്തെ മാറ്റി നിർത്തുകയും ചെയ്താൽ അത് നീതിയുള്ള ഒരു ഗവൺമെൻറ് അല്ല. നീതിയുള്ള ഒരു ഗവൺമെൻറ് അല്ല. അപ്പം ഇത് അവസാനമായ ഒരു ചോദ്യം കൂടെ. സാറിപ്പം വേറൊരു രാജ്യത്ത് സാറ് അധ്യാപകനായി ഒരുപാട് നാൾ ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് നാട് സാർ താമസിച്ചിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയവും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയവും തമ്മിലുള്ളൊരു വ്യത്യാസം? ഞാൻ ആഫ്രിക്കൻ രാജ്യത്താണ് പ്രവർത്തിച്ചത്. നമ്മുടെ ഇവിടെ ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്, ആഫ്രിക്കൻ രാജ്യം നമ്മളെക്കാൾ അധപ്പതിച്ച് പട്ടിണിയും പരിവട്ടവുമായിട്ട് പോകുന്ന രാജ്യങ്ങളാണ് എന്ന് നമുക്കൊരഭിപ്രായമുണ്ട്. ഞാൻ 1960 നൈജീരിയയിൽ പോയതാണ്. ഞാൻ അവിടെ ചെന്നാണ് ടെലിവിഷൻ കണ്ടത്. ഒന്നാം ദിവസം അവിടെ ചെന്നപ്പോൾ അവിടെ ടെലിവിഷനുണ്ട്. അവിടുത്തെ സിറ്റിംഗ് റൂമിൽ മനോഹരമായിട്ടുള്ള സോഫായും സെറ്റുകളും എല്ലാം ഉണ്ട്. വീടുകളിലും അതുപോലെ തന്നെയുണ്ട്.
ഞാനിവിടുന്ന് പോയപ്പോൾ ഈ കേരളത്തിൽ സോഫാ സെറ്റും അതുപോലെയുള്ള കാര്യങ്ങളും ഡൈനിങ് ടേബിളും അതിൻ്റെ ചുറ്റും കസേരകളുമുള്ള 1% ആളുകളുടെ വീട്ടിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഏതായാലും എൻ്റെ വീട്ടിലില്ലായിരുന്നു, അതെനിക്കറിയാം. ഞങ്ങൾ സാമാന്യം ഉയർന്ന ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങേയറ്റം ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അവിടെ ചെന്ന് ഞാൻ ടെലിവിഷൻ കണ്ടു. ഇവിടെ 1975 ഇവിടെ ടെലിവിഷൻ വരുന്നത്. ഞാൻ അവിടെ ചെന്ന് ടെലിവിഷൻ കാണുന്നത് 1960 അപ്പോൾ അതിന് പല വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ടി വി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 15-20 വർഷം പിന്നിലാണ് ടി വി കാഴ്ചയ്ക്ക്. ഗോഡ് ഈസ് ഓംനി പ്രസൻ്റ് എന്ന് പറഞ്ഞു. ഞാനത് ചിന്തിച്ചിട്ടും ഗോഡ് ഈസ് ഓംനി പ്രസൻ്റ് എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഞാൻ ടെലിവിഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ആരും പറയാതെ എനിക്ക് മനസ്സിലായി, ടെലിവിഷൻ അമേരിക്കയിൽ ഇതേ ടെലിവിഷൻ അതേ ചാനലിൽ അല്ലെങ്കിൽ വേറൊരു ചാനലിൽ ഞാൻ ക്ലിൻ്റൻ്റെ പ്രസംഗം കേൾക്കാം, ഇവിടെയും അതേ സമയത്ത് കേൾക്കാം, വേറൊരിടത്തും അതുപോലെ കേൾക്കാം. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഗോഡ് ഈസ് ഓംനി പ്രസൻ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറയുന്നു, ഇത്രയും വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജ്ഞാനം, ആ വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്ക് എവിടെ നിന്ന് കിട്ടി? നൈജീരിയയിൽ നിന്ന് കിട്ടി. നമ്മേക്കാൾ വളരെ അവരെക്കാൾ നമ്മൾ വളരെ ഉയർന്നവരാണെന്ന് അഭിമാനിച്ച് വിട്ടിരുന്ന ഈ രാജ്യത്ത് നിന്ന് കിട്ടാത്ത ആ ജ്ഞാനം എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് കിട്ടിയത്. 30 വർഷം ഞാൻ അവിടെ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അല്ലെന്നൊരു അഭിമാനത്തോടുകൂടെ, ബഹുമാനത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, കരുതലോടുകൂടെ ജീവിച്ച രാജ്യം അല്ലെങ്കിൽ ജീവിച്ച കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ 1960 മുതൽ 1990 വരെയുള്ള എൻ്റെ 30 വർഷക്കാലം ഞാൻ നൈജീരിയയിൽ ജീവിച്ച കാലമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലയളവ്. കാരണം നല്ല ശമ്പളം തരുന്നുണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്, അവർ നന്നായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നന്നായിട്ട് ബഹുമാനിക്കുന്നുണ്ട്, ലഭിക്കേണ്ട സ്ഥാനങ്ങളൊക്കെയും ഞങ്ങൾക്ക് തരുന്നുണ്ട്, പ്രവർത്തിക്കാനുള്ള അവസരം ധാരാളം തരുന്നുണ്ട്, കാശുണ്ടാക്കാനുള്ള അവസരങ്ങൾ അവർ നിഷേധിക്കുന്നില്ല. അവർ ഞങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഇവിടെ എനിക്ക് ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ ബഹുമാനം കിട്ടുന്നില്ല, ഒരു വീട്ടുജോലിക്കാരൻ്റെ മുമ്പിൽ എനിക്ക് ബഹുമാനം കിട്ടുന്നില്ല. കാരണം തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്കെല്ലാമാണ് നേതൃത്വം. ഞാനിവിടെ 30 വർഷം കഴിഞ്ഞ് എൻ്റെ സാമാനങ്ങളുമൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ രാത്രിയുടെ 3 മണിക്ക് ഞാൻ സാധനങ്ങൾ എടുത്തൊക്കെ എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞു. 8 മണിക്ക് 20 പേര് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളെ അറിയിക്കാതെ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചത് എന്താണ്? ഇന്നലെ രാത്രി ലോഡ് വന്നെന്നറിഞ്ഞു, എന്താണ് എടുത്ത് വെച്ചത് എന്താണ്? നിങ്ങളാരാ? ഞങ്ങൾ ഇവിടുത്തെ യൂണിയൻകാരാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യൂണിയൻകാർക്ക് എന്താ എൻ്റെ വീട്ടു സാമാനങ്ങളിന്മേലുള്ള അവകാശം എന്തോന്നാ? എന്തവകാശമാണ് നിങ്ങൾക്കുള്ളത്? എടാ, ഞാനിത് അന്യരാജ്യത്ത് പോയി അവരെ സേവിച്ച് അവരെന്നെ തുപ്പുകയോ തല്ലുകയോ ചെയ്താൽ അതെല്ലാം സഹിച്ച് ഞാൻ അവിടെ പോയി കിടന്ന് പ്രയത്നിച്ചുണ്ടാക്കി കൊണ്ടുവന്ന സാധനമായത്. അതിവിടെ എൻ്റെ വീട്ടിലോട്ട് ഇറക്കി വെക്കുന്നതിന് ഞാൻ നിൻ്റെ അനുവാദം മേടിക്കണോ? വേണ്ടല്ലോ. എടാ, ഞാനിവിടെ ഒരു വീട് വെച്ചു, 3 കൊല്ലം കൊണ്ടാണ് ഈ വീട് തീർന്നത്. ഈ വീട് തീർന്നപ്പോൾ ഞാൻ അതിൻ്റെ 1-ാമത്തെ ദിവസം 83 മുതൽ 86 വരെ ഉള്ള വർഷങ്ങളിൽ നീയും നിൻ്റെ മക്കളും ഞാൻ അവിടെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് തിന്ന് നിൻ്റെ മക്കൾ 3 വർഷം വളർന്നു. ഞാൻ ഇന്നാണ് ഇവിടെ വന്നത്, മഴ നനയാതെ ഇതിൻ്റെ കീഴേ ഒരു ദിവസമെങ്കിലും കയറി കിടക്കാമെന്നും കണ്ട് ഞാൻ വന്നത് 3 കൊല്ലം കഴിഞ്ഞ. അപ്പോൾ ഞാൻ അധ്വാനിച്ചതിൻ്റെ ഫലം 3 കൊല്ലം നീ നിൻ്റെ മക്കളും തിന്നതിന് ശേഷം ഞാനിവിടെ വന്ന് ഒരു രാത്രി ഉറങ്ങാമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അനുവാദം കൂടാതെ എന്തിനാ സാധനങ്ങൾ എടുത്ത് വെച്ചെന്ന്. എന്താഭാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇന്നെൻ്റെ വസ്ത്രം നോക്ക്. 5 ദിവസം കൊണ്ടാണ് ഞാൻ മദ്രാസിൽ നിന്ന് ഇവിടെ വരെ എത്തിയത്.
അവിടെ നിന്ന് തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മദ്രാസിലെ ബന്ദ്, കേരളത്തിൻ്റെ അതിർത്തി കയറിയപ്പോൾ കേരള ബന്ദ് 2 ദിവസം 3 ദിവസം ബന്ദ് അവിടെ കയറിയത്. 5-ാം പക്കം ഞാൻ ഇവിടെ വന്നു, ഉടുത്തിരിക്കുന്ന ഈ വേഷത്തിലാണ് ഞാനിവിടെ വന്ന് കയറിയത്. നീ ഒന്ന് നോക്ക്, ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കാനില്ല. ഒരു വെള്ളം ഞാൻ കുടിക്കണമെന്നൊരു പട്ടത്ത് പോയി കുടിക്കണം. വെള്ളം കുടിക്കാൻ ഇവിടെ നിവൃത്തിയില്ല. ഒരു സാധനം, ഒരു ചപ്പാത്തി വാങ്ങിച്ച് തിന്നണമെന്ന് വെച്ചാൽ അത് ഇവിടെ ഇല്ല. അന്ന് ഞാൻ പട്ടത്ത് പോകണം. ആ അവസ്ഥയിൽ വന്നിരിക്കുന്ന എന്നോട് നിങ്ങളുടെ അനുവാദം മേടിച്ചിട്ട് ഞാൻ എൻ്റെ സാധനം ഇറക്കി വെക്കണമെന്ന് പറഞ്ഞ ആഭാസമല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരുത്തൻ നിന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അവർ സമാധാനത്തോടെ എനിക്ക് വീണ്ടും ഹെഡേക്ക് തരാതെ അവരങ്ങ് പോയി. അത് എത്ര വർഷമായി കാണും സാറേ? അതോ 35 വർഷമായി. 35 വർഷമായി. ഇപ്പം വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അതെ, 35 വർഷമായിട്ടും അതെ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുമായിട്ട് എനിക്ക് വളരെ സൗഹാർദ്ദമാണ്. അവർ വല്ലതും കാശ് വന്ന് ചോദിച്ചാൽ ഒക്കെ ഞാൻ കൊടുക്കും. ഞങ്ങൾ വളരെ സൗഹാർദ്ദമാണ്. പക്ഷേ അന്ന് ഇത്രയും കഷ്ടതയിൽ കൂടെ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ എന്നെ ഏറെ ദണ്ണിപ്പിച്ച ഒരു സംഭവമാണ് അവർ വന്ന് എന്നോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ അനുവാദം കൂടാതെ എന്തിനു സാധനങ്ങൾ ഇറക്കിയെന്ന് ചോദിക്കുന്നു. അതാണ് എൻ്റെ രാജ്യം. ഞാനിവിടെ വന്നതിൽ ദുഃഖിക്കുന്നില്ലേ? ഞാനിവിടെ തിരിച്ച് എൻ്റെ രാജ്യത്ത് വന്നതിൽ എനിക്ക് ദുഃഖമാണുള്ളത്. വല്ല നിവൃത്തി ഉണ്ടായിരുന്നവർ അവരെന്നോട് ചോദിച്ചാൽ വൈ ഡു യു വാണ്ട് ടു ഗോ ഹോം, യു ബെറ്റർ സ്റ്റേ ഹിയർ എന്ന് എന്നോട് അന്ന് പറഞ്ഞതാണ്. അവരെന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ബന്ധുക്കളും ചാച്ചക്കാരും ഒക്കെ ഇവിടെയുണ്ട്, അവരുമായിട്ട് പിന്നെ പോകുന്നതാണ് സന്തോഷം. അതുകൊണ്ട് തന്നെ റിലീജിയസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാമെന്ന് കണ്ടാൽ ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു. ഇപ്പം ഞാൻ ദുഃഖിക്കുകയാണ്. അത്ര കഷ്ടതയും ദുരവസ്ഥയുമാണ് ഈ നാട്ടിൽ. ഇല്ല എന്ന് നിങ്ങൾ എന്നോട് പറ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടുതൽ അറിവുള്ളവർ എന്നോട് പറ. ഇല്ല, ഈ രാജ്യത്ത് ഒരു ദുഷ്ടതയുമില്ല, അനീതിയുമില്ല, നീതിയാണ് എല്ലാം നടക്കുന്നത് എന്നോടൊന്ന് പറ. ആ സിദ്ധാർത്ഥൻ്റെ കൊലയൊന്നെടുത്ത് നോക്ക്, ആ വിഷയം ഒന്നെടുത്ത് നോക്ക്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്നൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോഴും ഒരു ഭരണമാറ്റമോ എന്തെങ്കിലും സംഭവിച്ച് അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് സൽബുദ്ധി തോന്നി ഒരു നീതിമാർഗം തിരഞ്ഞെടുക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലെല്ലാം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. 95 വർഷം ജീവിച്ചു. ഇനിയും അധികനാൾ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എങ്കിലും ഇത്രയും നടത്തിയ ദൈവം തുടർന്ന് നടത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇത്രയും പറയാൻ സാധിച്ചതിൽ അല്ലെന്നൊരിയിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിനൊക്കെ കുറേയൊക്കെ ഉത്തരം ഞാൻ പറയാൻ സാധിച്ചതിൽ എനിക്കൊരു സംതൃപ്തിയുണ്ട്. അത് ഇൻ്റർവ്യൂ നടത്തിയ ആളിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടുകൂടി ചിലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു സർ.